ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ കൊള്ളാവുന്ന ഒരാളാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ളത് നോക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഏറ്റവും ആദ്യമായിട്ട് റിസ്ക് തന്നെയാണ്. ബിസിനസ് എന്നാൽ ഒരു സംശയം വേണ്ട, റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട ഒരു മേഖലയാണ്. എത്ര നല്ല രീതിയിൽ ബിസിനസ് പോകുമ്പോഴും ചെറിയ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആയാൽ പോലും മതി ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാനും. ഇപ്പോൾ കോവിഡ് പോലെ അല്ലെങ്കിൽ ഒരു പ്രളയം പോലെ ഒക്കെ ഒരു പക്ഷേ ബിസിനസ്സിനെ ആകെ ഇല്ലാതാക്കിയെന്ന് വരാം. അപ്പോൾ ബിസിനസ് ഏത് സമയത്തിലും റിസ്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലുള്ള വലിയ ഫ്ലക്ച്വേഷനുകൾ ഉണ്ടാകാം, ടെക്നോളജിക്കലുള്ള അഡ്വാൻസ്മെൻറ്റുകളും മാറ്റങ്ങളും ഉണ്ടാകാം, ചിലപ്പോൾ ഇക്കണോമിക്കലായിട്ടുള്ള സ്ലോ ഡൗണുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും അതിജീവിച്ച് വേണ്ടിവരും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ, റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ലെങ്കിൽ, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിസിനസ്സുകാരനാകാൻ യോഗ്യനല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കേരളത്തിലുള്ള മിക്ക ആളുകളും വലിയ ഓൺട്രപ്രണേഴ്സായി മാറാത്തത്. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അവർ കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് ഇറങ്ങാത്തവരാണ്. പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റോ മെൻറ്റാലിറ്റിയോ അവർക്കുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചോളൂ, നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങാത്ത ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ബിസിനസ് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. രണ്ടാമത്തേത് ഇതുമായി വളരെ കണക്റ്റഡായ ഒരു കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് ഫിയർ ഓഫ് ലൂസിങ് എന്നുള്ളതാണ്. തോൽക്കുമോ എന്നുള്ള ഭയം. പല ആളുകളും വിജയിക്കുന്നിടത്തേക്ക് മാത്രം പോകുന്ന ആളുകളാണ്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, തോൽക്കാതെ ബിസിനസ് ചെയ്യാൻ കഴിയുകയില്ല. പലപ്പോഴും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. പലപ്പോഴും നമ്മളുടെ കാൽക്കുലേഷനിൽ വലിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്ന് വരാം. പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ പണം നഷ്ടപ്പെട്ടു എന്ന് വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ, വലിയ തിരിച്ചടികൾ നേരിടുമ്പോൾ പിറകിലോട്ട് പോകാനാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഉറപ്പായും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ, അതായത് ഫിയർ ഓഫ് ലൂസിങ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ ഉറപ്പായും ബിസിനസ് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കുക. അതിന് ഓവർകം ചെയ്യുക മാത്രമേ മാർഗമുള്ളൂ. അടുത്തത്, ഓവർ ഇമോഷണലാണ് നിങ്ങളെങ്കിൽ. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെ ഓവർ ഇമോഷണൽ ആയിരിക്കാം. ചിലപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിലായിരിക്കാം, ടീമിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. നിങ്ങൾ ഓവർ ഇമോഷണൽ ആണെങ്കിൽ ഉറപ്പായും ബിസിനസ് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. കാരണം എന്താ, ഒരുപാട് ആളുകളുമായി, ഒരുപാട് ഇൻസിഡൻസുമായി ഒക്കെ നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഡീൽ ചെയ്യുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇമോഷണലായിട്ടാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നെങ്കിൽ മിക്കവാറും ആ ഡിസിഷൻ തെറ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ തെറ്റായ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുകയും ചെയ്യും. ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസിലല്ല, പലപ്പോഴും വളരെ ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസിലാണ് ബിസിനസ് ഡ്രൈവ് ചെയ്യപ്പെടേണ്ടത്. മാത്രമല്ല, ബിസിനസ്സിനകത്തുള്ള സ്ട്രക്ചർ ആകട്ടെ, സിസ്റ്റംസ് ആവട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യപ്പെടേണ്ടതും ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണൽ ആണെങ്കിൽ പലപ്പോഴും ഇതെല്ലാം നടപ്പിലായി എന്ന് വരില്ല. അങ്ങനെ നടപ്പിലാകാതെ പോയാൽ ബിസിനസ് വിജയിച്ചു എന്നും വരില്ല. ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഓവർ ഇമോഷണൽ ആണെങ്കിൽ, ഓവർ സെൻറ്റിമെൻ്റൽ ആണെങ്കിൽ ബിസിനസ് ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് അതിനുള്ള സ്കില്ല് കൂടി നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആൻഡ് ഫൈനലി, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി, നിങ്ങൾക്ക് വലിയ ഒരു വിഷൻ ഇല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നല്ല ഒരു ഓൺട്രപ്രണർ ആകാൻ സാധിക്കില്ല. പലപ്പോഴും ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകളെയും വലുതാക്കണമെന്നും നമ്മുടെ സമൂഹത്തിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തണമെന്നും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുമൊക്കെ ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് പലപ്പോഴും നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇത്തരം ആഗ്രഹങ്ങളില്ലാത്ത ആളുകൾക്ക് സാധാരണ മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അവർ പലപ്പോഴും മുരടിച്ച് നിൽക്കുന്നത് കാണാം. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന പല ഷോപ്പുകളും പല ബിസിനസ്സുകളും അടുത്ത ലെവലിലേക്ക് വളരാത്തത്. അതിന് കാരണം അവർക്ക് ബിഗ്ഗറായിട്ടുള്ള വിഷനോ ബിഗ്ഗറായിട്ടുള്ള ഒരു ക്യാൻവാസിലോട്ടുള്ള ചിന്തയോ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കില്ലെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ്സിലെ മുന്നോട്ടുള്ള ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്തരം ഇതെല്ലാം സ്കില്ലുകൾ തന്നെയാണ്. ഈ സ്കില്ലുകളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഓൺട്രപ്രണറിയൽ സ്കില്ലുകൾ നേടിയെടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ രീതികളെ എല്ലാം മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഓൺട്രപ്രണറിയൽ സ്കിൽസിന് വേണ്ടി. ആ കോഴ്സിൻ്റെ പേര് യങ് CEO എന്നാണ്. ഒരുപാട് ബാച്ചുകൾ, എനിക്ക് തോന്നുന്നു 11 ബാച്ചുകൾ കഴിഞ്ഞിട്ടുണ്ട്. 12ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ഒരു MBA പോലത്തെ തന്നെയുള്ളൊരു കോഴ്സാണ്. ഏതാണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ MBAയിൽ വരുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഒരു കോഴ്സ്. ആ ഒരു കോഴ്സിന് ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും ഇതൊരു കോഴ്സിൻ്റെ മാർക്കറ്റിംഗ് വീഡിയോ അല്ല. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങൾ എക്സലൻ്റ് ആയേ പറ്റൂ, എങ്കിൽ മാത്രമേ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്.